എല്ലാവർക്കും നമസ്കാരം. കേൾക്കാമല്ലോ അല്ലേ? പാദജയം. ഗുരുബ്രഹ്മ ഗുരുർവിഷ്ണു ഗുരുദേവോ മഹേശ്വര ഗുരു സാക്ഷാത് പരബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. ഓം സഹനാ ഭവതു സഹനൗ ഭുനക്തു സഹ വീര്യം കരവാവഹൈ തേജസ്വിനാവതീതമസ്തു മാ വിദ്വിഷാവഹൈ. ഓം ശാന്തി ശാന്തി ശാന്തി. ശിവശതകത്തിലെ ഭക്തി നിർഭരമായിട്ടുള്ള ഭക്തന്റെ ആവശ്യങ്ങളെ ഭഗവാനോട് പറയുന്ന അവസരത്തിലാണ് നാം ഇരിക്കുന്നത് അല്ലെ. ഭഗവാനെ, ഒരു ദോഷവും എന്നെ അണയാതെ, എന്നിലേക്ക് വന്നെത്താതെ നിരന്തരം നിന്നെ ഓർത്തുകൊണ്ട് എൻ്റെ സകല ദോഷങ്ങളെയും സപാതി ഒരേ ക്ഷണത്തില് ദഹിച്ചു തരുവാനായിട്ട് ഭഗവാനെ അങ്ങയ്ക്ക് മനസ്സുണ്ടാവണം. അങ്ങയുടെ തിരുമേനി ഞാൻ ദർശിക്കുമാറാകണം, എന്നിലേക്ക് അത് വിളങ്ങണം എന്നായിരുന്നു കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞു നിർത്തിയത്. ഈ ക്ലാസ്സില് നമ്മൾ എല്ലാം അറിയുന്ന നമ്മുടെ ഈ ശരീരം എന്താണ്, അത് എങ്ങനെയാണ് വന്നത് എന്ന ചിന്തയിലൂടെ ഇന്നത്തെ മനനം നമ്മൾ തുടങ്ങുകയാണ്. അപ്പൊ 93-ാമത്തെ ശ്ലോകം നമുക്ക് നോക്കാം. 93 ആരെങ്കിലും ഒന്ന് വായിക്കുക. അവമതി ചെയ്തു തഴച്ചു കാടു തന്നിൽ പവമൃതി വിത്തു മുളച്ചു മൂടുമൂന്നി ഭുവനമതിങ്കലിരുന്നു മണ്ണു തിന്നും ശവമരി തിന്നുവതോ നരിക്കൊരുണോ. നമസ്തേ. അവമതി ചെയ്തു തഴച്ച കാടു തന്നിൽ ഭവമതി വിത്തു മുളച്ചു മൂടുമൂന്നി ഭുവനമതിങ്കലിരുന്നു മണ്ണു തിന്നും ശവമെരി തിന്നുവതോ നരിക്കൊരുണോ. അവമതി എന്ന് പറയുന്നുണ്ട്. അവമതി എന്ന് പറഞ്ഞാൽ എന്താ? അജ്ഞാനത്തിൽ പെട്ടുപോയ, അല്ലെങ്കിൽ അസത്യത്തെ സത്യമായി കരുതിയത് അല്ലെ. എന്തൊക്കെയോ നമ്മൾ സത്യമാണെന്ന് വിചാരിച്ചു, ശരിക്കും അത് സത്യമല്ല. അവമതി, അവ എന്ന് പറഞ്ഞാൽ എന്താ? താഴേക്ക് പോയ, അല്ലെങ്കിൽ താഴേക്ക് വീണുപോയ മതി. മതി എന്ന് പറഞ്ഞാൽ ബുദ്ധി, താഴേക്ക് വീണുപോയ ബുദ്ധി. ആ ബുദ്ധി ശരിയായ രീതിയിൽ ചിന്തിക്കാഞ്ഞത് കൊണ്ട് അവിടെ ഒരു കാട് തന്നെ തഴച്ചു വളർന്നു. തഴച്ച കാട് തന്നിൽ. എന്താ തഴച്ച കാട് തന്നിൽ എന്ന് പറഞ്ഞാൽ സംസാരമാകുന്ന സാഗരം. അതായത് യഥാർത്ഥത്തെ തിരിച്ചറിയാത്തത് കൊണ്ട് അയഥാർത്ഥമായിട്ടുള്ളവയിൽപ്പെട്ട് ആ അയഥാർത്ഥമായിട്ടുള്ള കാര്യങ്ങൾ സത്യമാണെന്ന് വിചാരിച്ചു. അതാണ് തഴച്ചു വളർ. കാരണം സംസാരമാകുന്ന സാഗരത്തിൽ നമ്മൾ ഒന്നും അല്ല കാണുന്നത്, അവിടെ പലതാ. കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞു, ഒന്നായ നിന്നീഹ രണ്ടെന്നു കണ്ടളവിൽ ഉണ്ടായൊരിണ്ടൽബത മിണ്ടാവതല്ലമം. ഒന്നായതിനെ രണ്ടായിട്ട് കണ്ടു, മൂന്നായിട്ട് കണ്ടു, നാലായിട്ട് കണ്ടു, പലതായി കാണുന്നു. അങ്ങനെ പലതായി കാണുന്നതിന് ഇവിടെ തഴച്ചു വളർന്ന കാട് ഞാൻ പറഞ്ഞിരുന്നു. കാടെന്ന് പറഞ്ഞാൽ നമ്മൾ കേവലം മരം മാത്രമല്ല വിചാരിക്കുന്നത്, അല്ലെ മൃഗം മാത്രമല്ല വിചാരിക്കുന്നത് അല്ലെ. ഈ മരങ്ങളും മൃഗങ്ങളും അതുപോലുള്ള പ്രാണികളും മറ്റുള്ള ചെറിയ ചെറിയ ജന്തുക്കളെ വരെയും മനസ്സിൽ കൊണ്ടുവരും വനം എന്ന് പറയുന്ന പോലെ. അപ്പൊ സംസാരം എന്ന് പറയുമ്പോൾ ഈ പ്രപഞ്ചത്തിൽ നമ്മൾ കാണുന്ന സർവ്വതും. ഇനി ഭവമൃതി. ഭവ എന്ന് പറഞ്ഞാൽ എന്താ? ഭവം, ഭവിക്കുക. ഭവിക്കുക എന്ന് പറഞ്ഞാൽ ജനിക്കുക. നമുക്ക് പ്രത്യക്ഷത്തിൽ കാണാൻ സാധിക്കുന്നതിന് ഭവിക്കുക എന്ന് പറയുന്നത്. മൃതി എന്ന് പറഞ്ഞാൽ മൃതി അടഞ്ഞു എന്നൊക്കെ പറയുന്ന പോലെ മരണം. അപ്പൊ ഭവമൃതി മുളച്ച് മൂടുമൂന്നി.
അപ്പൊ ഈ കാടിനകത്ത് വിത്ത് വീണ് മുളച്ചു വന്നത് എന്തൊക്കെയാണ്? ജനന മരണങ്ങളാണ്. പ്രപഞ്ചമുണ്ടായ കാലം തൊട്ടേ ഈ ജനന മരണങ്ങൾ നടന്നുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. ശരിയല്ലേ? മൃഗങ്ങളെ എടുത്തു നോക്കിക്കോളൂ, മനുഷ്യരെ എടുത്തു നോക്കിക്കോളൂ, പ്രാണികളെ എടുത്തു നോക്കിക്കോളൂ, മരങ്ങളെ എടുത്തു നോക്കിക്കോളൂ. ഒന്ന് നശിക്കുമ്പോൾ ഇന്നൊന്ന് ഭവിക്കുന്നു. അപ്പം ഉണ്ടായി മാറുമറിവുണ്ടായി മുന്നമിത്, അല്ലെ? ഉണ്ടായി മാറുമറിവ് എന്ന് ജനനീയ രത്നമഞ്ജരി പറയുന്നുണ്ട്. അതുപോലെ ഉണ്ടായി ഇല്ലാതാകുന്നതിനെയാണ് ഭവമൃതി. ഈ ഭവമൃതിയാകുന്ന വിത്ത് അത് മുളച്ച് അത് വേരൂന്നി ഇപ്പൊ എന്ത് നിൽക്കുന്നു? ഭുവനമായി നിൽക്കുന്നു. ഭുവനം ലോകം, അല്ലേ? അപ്പൊ ലോകം എന്നതിന് ലോക്യതേ അനേന ഇതി ലോകം എന്ന് പറയുന്നത്. ലോക്യത എന്ന് പറഞ്ഞാൽ എന്താ? കാണുവാൻ കഴിയുന്നത്. നമ്മുടെ ലോകം എന്ന് പറയുന്നത് എന്താ? നമുക്ക് കാണാനും അറിയാനും, അല്ലെ, സ്പർശിക്കാനും രുചിക്കാനും മണക്കാനും ഒക്കെ കഴിയുന്ന ആ ഒരു ചുറ്റുപാടിനെയാണ് നമ്മൾ നമ്മുടെ ലോകം എന്ന് പറയുന്നത്. ഇപ്പൊ കേരളത്തിൽ ഇരിക്കുന്നത് കേരളത്തിന്റെ ആ ഒരു അനുഭവം എന്താണ്? നമ്മുടെ ലോകമാണ്. മറ്റൊരു നാട്ടിൽ പോകുമ്പോൾ അത് നമ്മുടെ ലോകം. മൊത്തം ലോകം എന്ന് പറഞ്ഞാൽ നമുക്കറിയാവുന്ന, നമുക്ക് ഈ ഒരു അറിവിനെ കൊണ്ടുതരുന്ന, പ്രാപഞ്ചികമായ അറിവിനെ കൊണ്ടുതരുന്ന അതിനെയാണ് ലോകം എന്ന് പറയുന്നത്. അപ്പൊ ഭുവനം അതിങ്കലിരുന്ന് ഇനി ആ ലോകത്തിലിരുന്ന് എന്ത് ചെയ്യാണ്? മണ്ണ് തിന്നെയാണ്. മണ്ണ് തിന്നുക എന്ന് പറഞ്ഞാൽ എന്താ? മണ്ണ് തിന്നുക എന്ന് പറഞ്ഞാൽ നമ്മുടെ ജഡസങ്കല്പങ്ങളെ ആസ്വദിക്കുകയാണ് നമ്മൾ. നല്ല വീടുണ്ടായിരുന്നെങ്കിൽ, അല്ലേ, നല്ലതായിട്ട് ജീവിക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ, അല്ലെങ്കിൽ കഴിഞ്ഞ കാലത്തെക്കുറിച്ച് ചിന്തിക്കുക. അങ്ങനെ ഈ സങ്കല്പങ്ങളെ, നമ്മുടെ വാസനകൾ കർമ്മവാസനകൾ, വാസനകളെ ആസ്വദിക്കുന്നതിനെയാണ് ഇവിടെ മണ്ണ് തിന്നുക എന്ന് പറയുന്നത്. ഈ മണ്ണിന് നമ്മൾ എന്ത് വിലയാണ് കൊടുത്തിരിക്കുന്നത്? കാര്യം മണ്ണ് നമുക്ക് അത്യന്താപേക്ഷിതമാണ്. നമ്മുടെ ജീവിതത്തിന്റെ ഒരു ഭാഗം തന്നെയാണ് മണ്ണ്. പക്ഷെ മണ്ണിന് എന്ത് വിലയാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്? ഗുരുദേവൻ അതുപോലെ നമ്മുടെ കാമസങ്കല്പങ്ങൾക്ക് കൊടുത്തിരിക്കുന്ന വിലയും വളരെ തുച്ഛമാണ്. കാരണം ഇവയ്ക്കൊന്നും നമ്മൾ ആ നേടിയെടുക്കേണ്ടതായിട്ടുള്ള തലത്തിലേക്ക് ഉയർന്നു വരുവാനുള്ള ഒരു കഴിവില്ല. അതുകൊണ്ട് മണ്ണ് തിന്നും എന്ന് പറയും. ഇനി മണ്ണ് തിന്നുക എന്ന് പറഞ്ഞാൽ വേറൊരു അർത്ഥം കൂടെ ഉണ്ട്. ഈ ശരീരം എന്തുകൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്? കർത്താവ് പറഞ്ഞിട്ടുണ്ടല്ലോ, മനുഷ്യ നീ മണ്ണാകുന്നു, മണ്ണിലേക്ക് തിരിച്ചു പോകും. അപ്പൊ ജനിക്കുന്നിടം തൊട്ട് മരിക്കുന്നിടം വരെയും ശരിക്കും ഈ ജഡസങ്കല്പങ്ങളിൽ ഏർപ്പെട്ടുകൊണ്ട് നമ്മൾ മണ്ണ് തിന്നെയാണ്, സങ്കല്പങ്ങളെ ആസ്വദിക്കുകയാണ്. എന്നിട്ടോ ഈ മണ്ണിനുള്ളിൽ തന്നെ ആ ജഡസങ്കല്പങ്ങളുടെ ആസ്വാദനം ഇല്ലാതാവുകയും ചെയ്യും. ഇനി മണ്ണ് തിന്നുക എന്ന് പറഞ്ഞാൽ അതിന് വേറെ പറഞ്ഞു. എന്താ മണ്ണ് തിന്നുന്നത്? ശരീരം, അതായത് യൗവനം, ബാല്യം, കൗമാരം എന്നൊക്കെ പറയുന്ന തലത്തിലൂടെ കടന്നു പോകുന്ന ഈ ശരീരത്തിനെ എന്താ ഭഗവാൻ വിളിച്ചിരിക്കുന്നത്? ഗുരുദേവൻ എന്താ വിളിച്ചിരിക്കുന്നത്? ശവം. നമ്മൾ ദേഷ്യം വരുമ്പോഴാണ് വിളിക്കുന്നത് ശവം. ബുദ്ധിയില്ലാത്തവർ ഓരോ പ്രവർത്തികൾ ചെയ്യും പറയും ശവം എന്ന് പറയുന്ന പോലെ ഭഗവാന്റെ കാരുണ്യം ഇല്ലാത്ത ഈ ശരീരം എന്താണ്? ശവമാണ്. ഇനി ആ ശവം എന്തിനെ വിധേയമാകത്തുള്ളൂ? ഇത് ഒന്നെങ്കിൽ എരി തിന്നണം എന്ന് പറഞ്ഞാൽ കത്തിച്ച് കളയുക, അല്ലേലോ നരിക്കൊരു ഊണായിരിക്കും. നമ്മള് ഒരു എന്താ പറയുന്നത്, നമ്മൾ മരിച്ചു കഴിയുമ്പോൾ ഈ ഉറുമ്പും അതുപോലെ തന്നെ മറ്റുള്ള ചെറിയ ചെറിയ ജീവികൾ അല്ലെങ്കിൽ മൃഗങ്ങൾ സന്തോഷിക്കും എന്നാ പറയുന്നത് ഒരു തരത്തിൽ. എന്താ? ഇന്ന് നല്ലൊരു ഊണ് റെഡി ആയിട്ടുണ്ട്, 55 കിലോ ഉള്ള ഒരു വലിയ സദ്യ ഇവിടെ ഇങ്ങോട്ട് ഒരുക്കി വെച്ചിട്ടുണ്ട്, അല്ലേ? അപ്പോ നമ്മൾ നടന്നു പോകുമ്പോൾ ഉറുമ്പ് നമ്മളെ നോക്കി ചിരിക്കുന്നുണ്ടെന്നൊക്കെ കവിസങ്കല്പമായിട്ട് ഓരോരുത്തൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. എന്തുകൊണ്ടാണ് ചിരിക്കുന്നത്? അവസാനം നീ എൻ്റെ അടുത്ത് തന്നെ വന്നെത്തും, അല്ലേ? അപ്പൊ ജീവികൾ ഒന്നും ആരും വലുതുമല്ല ചെറുതുമല്ല, ഒന്നിനോട് ബദ്ധമായിരിക്കുന്നു എന്ന അർത്ഥമാണ്. അപ്പൊ ഇവിടെ അജ്ഞാനത്തിന്റെ ഫലമാണ് ഈ ശരീരം.
നമ്മള് യഥാർത്ഥമായതിനെ തിരിച്ചറിയാത്തത് കൊണ്ട് ആ യഥാർത്ഥമായിട്ടുള്ളതിനെ അറിയാൻ ശ്രമിക്കാനുള്ള വാഹനമാണ് ഈ ശരീരം. പക്ഷെ നമ്മൾ ചെയ്യുന്ന എന്താ? അത് നമുക്ക് ഈ പ്രപഞ്ചത്തിലുള്ള സുഖങ്ങളെയൊക്കെ സുഖിച്ചും രമിച്ചും ജീവിക്കാനുള്ള ഇതൊരു ഉപകരണമായിട്ട് ഉപയോഗിച്ചിട്ട് ആ യഥാർത്ഥമായതിനെ തിരിച്ചറിയാതെ പോകുന്നു. ഓക്കെ, അപ്പൊ അജ്ഞാനത്തിന്റെ സ്രോതസ്സാണ് ഈ ശരീരം, ശവമാണത്. ശിവത്തെയാണ് നാം അന്വേഷിക്കേണ്ടത്. ഇതാണ് ഇവിടെ നമ്മൾ ചിന്തിക്കേണ്ടത്. ഈ ശിവസ്വരൂപത്തെയാണ് നമ്മൾ ഈ 92 ശ്ലോകം വരെയും 93 ശ്ലോകം വരെയും ഈ ശിവസ്വരൂപത്തെ ചിന്തിക്കാനായിട്ടാണ് ശ്രമിച്ചിട്ടുള്ളത്. എന്താണ്? മംഗളസ്വരൂപിയായിട്ടുള്ള ശിവഭഗവാൻ. അത് ഒരു മൂർത്തിയാവാം, അമ്പലങ്ങളിലിരിക്കുന്ന ദൈവസ്വരൂപമാവാം, അല്ലെങ്കിൽ എൻ്റെ ഉള്ളിൽ കുടികൊള്ളുന്ന ചൈതന്യമാകാം. ശിവസ്വരൂപത്തെ അറിയുക. അല്ലെങ്കിലോ ഈ നരിക്ക് ഊണായി മാറുന്ന ശരീരം സത്യമാണെന്ന് കരുതും. അങ്ങനെ നരിക്ക് ഊണായിരിക്കുന്ന ഈ സത്യമെന്ന് തോന്നുന്ന ഈ ശരീരം പലവിധ ചിന്തകളിൽ ഏർപ്പെടും. അങ്ങനെ ചിന്തകളിൽ ഏർപ്പെട്ട് കഴിഞ്ഞ് ഈ ശിവമായിരിക്കുന്ന ശിവസ്വരൂപത്തെ അറിയാൻ കഴിയാതെ സംസാരമാകുന്ന സാഗരത്തിൽപ്പെട്ട് ഉഴറും. അതാണ് 93-ാമത്തെ ശ്ലോകത്തിലൂടെ അപ്പൊ നാം ഓരോരുത്തരും ചിന്തിക്കേണ്ടത് എന്താണ്? ഞാൻ ആരാണ്? ഞാൻ ആരാണ്? എന്താണ് എൻ്റെ ജന്മോദ്ദേശം? ഇത് ചിന്തിച്ചാൽ മതി. ചിന്തിച്ചു കഴിയുമ്പോൾ പയ്യെ പയ്യെ ഓരോ ചോദ്യങ്ങൾക്കും ഉത്തരം കണ്ടെത്താനുള്ള വഴി കാലം തന്നെ നമ്മളിലേക്ക് കൊണ്ടെത്തിക്കും. അത് ശിവശതകം പഠിക്കുന്നതിലൂടെയാകാം, ഒരു ആചാര്യനെ നമ്മുടെ ജീവിതത്തിലേക്ക് പറഞ്ഞു വിട്ടതിലൂടെയാകാം, അല്ലേ? അങ്ങനെ ഓരോ തലത്തിലും ആ അറിവിന്റെ മഹിമ മനസ്സിലാക്കാനുള്ള തലം നമ്മളുടെ അടുത്തേക്ക് വന്നു ചേരും. ഓക്കെ, അതാണ് 93-ാമത്തെ ശ്ലോകത്തിലൂടെ നമുക്ക് പഠിക്കാൻ കഴിയുന്നത്. അടുത്ത ശ്ലോകം നോക്കാം. 94. ജനഗണമാത്മസഖിപ്രിയ ജനവും അടുത്തയൽവാസികളും വിന ജനനമെടുത്ത് പിരിഞ്ഞിടും എപ്പോഴും തനിയിരുപ്പതിന് തരമായി വരും. ജനകനും അമ്മയും ആത്മസഖിപ്രിയ ജനവുമെടുത്തയൽവാസികളും വിന ജനനമെടുത്തു പിരിഞ്ഞിടുമെപ്പോഴും തനിയെ ഇരിപ്പതിനെ തരമായി വരൂ. നമസ്തേ. ജനകനും അമ്മയും ആത്മസഖിപ്രിയ ജനവുമെടുത്തയൽവാസികളും വിനാജനനമെടുത്തു പിരിഞ്ഞിടുമെപ്പോഴും തനിയേ ഇരിപ്പതിനെ തരമായി വരൂ. ഇത് നമ്മളൊക്കെ എപ്പോഴും നമുക്കൊരു കൂട്ട് വേണം, നമുക്ക് ഒറ്റയ്ക്ക് ഇരിക്കാൻ പറ്റില്ല, അങ്ങനെയൊക്കെ ഒരു ചിന്താഗതികൾ ഉള്ളത് കൊണ്ട് പലപ്പോഴും നമ്മൾ എന്ത് ചെയ്യും? ആരെങ്കിലുമൊക്കെ നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ കൊള്ളാം, അല്ലേ? ആരെങ്കിലുമൊക്കെ എൻ്റെ സങ്കടങ്ങൾ കേൾക്കാൻ പറ്റിയിരുന്നെങ്കിൽ, ആരെങ്കിലും എൻ്റെ പ്രശ്നങ്ങൾക്കൊരു പ്രതിവിധി പറഞ്ഞിരുന്നുവെങ്കിൽ എന്നൊക്കെ പല കാര്യങ്ങൾ നമ്മൾ ചിന്തിച്ചു കൂട്ടുന്നുണ്ട്. പക്ഷെ യഥാർത്ഥത്തിൽ ഇവിടെ ഗുരു പറഞ്ഞിരിക്കുന്ന അവസാനത്തെ വരിയാണ് സത്യം. എന്താ വരി? തനിയെ ഇരുപ്പതിനെ തരമായി വരും. തനിയെ ഇരിക്കാൻ കഴിയുന്നതാണ് അതാണ് എപ്പോഴും സാധ്യമായിട്ട് വരുള്ളൂ. എന്തുകൊണ്ടാ? നോക്കുക. ജനകനും അമ്മയും ആത്മസഖി പ്രിയ ജനവും അടുത്ത അയൽവാസികൾ. ഇതല്ലേ നമ്മുടെ ഒരു ലോകം എന്ന് പറയുന്നത്, നമ്മുടെ ഒരു പ്രത്യക്ഷമായിരിക്കുന്ന അനുഭവങ്ങൾ എന്ന് പറയുന്നത്. ആദ്യം നമുക്ക് ജന്മം നൽകിയ പിതാവ്, ജന്മത്തിന് കാരണമായ പിതാവ്, പിന്നെ ജന്മം നൽകിയ മാതാവ്. നമ്മൾ എന്താ പറയുന്ന ഭൗതികമായി ആദ്യം കാണുന്നത് അമ്മയാണെങ്കിലും നമ്മുടെ ജന്മത്തിന് കാരണമായിരിക്കുന്ന ജനകനാണ് നമ്മുടെ ജന്മത്തിന് ആദ്യ ബന്ധു, അല്ലെങ്കിൽ ജന്മത്തിന് കാരണമായിരിക്കുന്നത്. അപ്പൊ അമ്മയും അച്ഛനും ആത്മസഖിപ്രിയ, അവിടെ കൂട്ടുകാരും ഭാര്യയും എന്നർത്ഥം വരും. അപ്പൊ പിന്നെയോ പ്രിയ ജനവും, പ്രിയജനം എന്ന് പറഞ്ഞാൽ നമ്മുടെ കൂട്ടുകാർ, അടുത്ത അയൽവാസികളും,
എനിക്ക് എൻ്റെ വീട്ടുകാരും കൂട്ടുകാരും ഒന്നുമില്ല. എനിക്ക് എൻ്റെ നാട്ടുകാരാണ് പ്രിയപ്പെട്ടവർ. അവരായിരുന്നു എനിക്ക് വേണ്ടി നിന്നത്. അവർക്ക് വേണ്ടിയാണ് ഞാൻ ഇനി ജീവിക്കുന്നത് എന്നൊക്കെ നമുക്കൊരു ചിന്താഗതി ഉണ്ട്. ഇവരൊക്കെ എന്നും നമ്മുടെ കൂടെ ഉള്ളവരാണോ? ആണോ? അല്ല. നമ്മുടെ അച്ഛനും അമ്മയായിരുന്നു നമ്മുടെ ആദ്യത്തെ സുഹൃത്തുക്കളും ആദ്യത്തെ ബന്ധുക്കളും. ഒരു പ്രായം കഴിയുമ്പോൾ സ്കൂളിലെല്ലാം പോകാൻ തുടങ്ങുമ്പോൾ അച്ഛനും അമ്മയും മാറി ആരായി നമ്മുടെ അടുത്ത ബന്ധു? നമ്മുടെ കൂട്ടുകാരായി. പിന്നെ ഇച്ചിരി കൂടെ പ്രായം കഴിയുമ്പോഴോ നമുക്കൊരു പാർട്ട്ണറെ കിട്ടും. അപ്പോൾ അച്ഛനും അമ്മയുമല്ല, സുഹൃത്തുക്കളല്ല, ആ പാർട്ട്ണറായിരിക്കും നമ്മുടെ ഏറ്റവും അടുത്ത ബന്ധു. പിന്നെ അതോടൊപ്പം തന്നെ നമ്മുടെ ബന്ധുമിത്രാദികളും അയൽവാസികളുമായിരിക്കും നമ്മുടെ ഏറ്റവും അടുത്ത ആൾക്കാരെന്ന് കരുതും. അങ്ങനെ ഓരോരുത്തരെയും പ്രതീക്ഷിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു ജീവിതമല്ലേ ഇന്ന് വരെ നാം നയിച്ചു വന്നിരിക്കുന്നത്. അപ്പൊ അങ്ങനെ വരുമ്പോ ഒന്ന് ഓർത്തു നോക്കുക, എല്ലാ ഘട്ടത്തിലും നമ്മുടെ ജീവിതത്തിലെ എല്ലാ ഘട്ടത്തിലും ഇവരുണ്ടാവുമോ? അച്ഛനും അമ്മയും ഇല്ലാത്ത ഒരു കാലഘട്ടം ഉണ്ടാവും. സുഹൃത്തുക്കൾ ഇല്ലാതിരിക്കുന്ന ഒരു കാലഘട്ടം ഉണ്ടാവും. പാർട്ട്നേഴ്സ്, അതായത് ഭാര്യയോ ഭർത്താവോ ഇല്ലാത്ത ഒരവസ്ഥ ഉണ്ടാവും. മക്കളില്ലാത്തൊരവസ്ഥ ഉണ്ടാവും. അയൽവാസികൾ നമ്മൾ ഇടപെടുകയുന്ന അയൽവാസികൾ നമ്മോടൊപ്പം ഇല്ലാത്ത ഘട്ടം ഉണ്ടാവും. അപ്പൊ ഇതെല്ലാം വന്നു പോകുന്ന ബന്ധങ്ങൾ മാത്രമേ ഉള്ളൂ. ഇന്നുണ്ട്, നാളെ ആ ബന്ധങ്ങൾ ഉണ്ടാകണമെന്ന് നിർബന്ധമില്ല, അല്ലേ? പക്ഷെ നമ്മൾ കൂടുതലും പ്രാധാന്യം നൽകുന്നത് ഈ ബന്ധങ്ങൾക്കൊക്കെയാണ്. എന്നിട്ട് ഇത് മെയിൻറ്റെയിൻ ചെയ്യാനുള്ള കഷ്ടപ്പാടാണ് മൊത്തം നമ്മുടെ ജീവിതത്തില് നമ്മൾ നടത്തി വരുന്നത്. ചിന്തിച്ചു നോക്കിയേ. കൂട്ടുകാരെ പ്രീതിപ്പെടുത്തണം, സഹോദരങ്ങളെ പ്രീതിപ്പെടുത്തണം, പാർട്ട്ണറിനെ പ്രീതിപ്പെടുത്തണം, ഏറ്റവും ബുദ്ധിമുട്ട് അയൽവാസികളെ പ്രീതിപ്പെടുത്തണം. അപ്പൊ ഇങ്ങനെ പല പല കാര്യങ്ങളിൽ നമ്മൾ ഏർപ്പെട്ട് നിൽക്കുകയാണ്. ജനനമെടുത്ത് പിരിഞ്ഞിടും എപ്പോഴും. ജനിച്ച ഒന്ന് മരിച്ചേ മതിയാവും, ഉണ്ടായ ഒന്ന് നശിച്ചേ മതിയാവും. ലോകം എന്നത് ഉണ്ടായ ഒന്നാണ്, അത് നശിച്ചേ മതിയാവും. അതൊരു പ്രളയമോ അല്ലെങ്കിൽ മറ്റേത് രീതിയിൽ അത് നശിച്ചേ മതിയാവൂ എന്ന് പറയുന്നത് പോലെ ഈ ശരീരം എന്നതും ഉണ്ടായതാണ്, സൃഷ്ടിക്കപ്പെട്ടതാണ്, സൃഷ്ടിയിൽപ്പെട്ട ഒന്നാണ്. അപ്പൊ അതുകൊണ്ട് ഇത് സൃഷ്ടിയിലേക്ക് തന്നെ, സൃഷ്ടി സ്രോതസ്സിലേക്ക് തന്നെ തിരിച്ചു പോയേ മതിയാവും. ഇത് നമ്മൾ മനസ്സിലാക്കണം. ഓരോന്നിലും ഓരോരുത്തരിലും നമ്മൾ പ്രതീക്ഷ അർപ്പിക്കുമ്പോൾ അതൊരു വസ്തുവാകാം, വ്യക്തിയാകാം, അല്ലെങ്കിൽ എന്താ പറയുന്നത്, ഏതെങ്കിലും ഒരു തലത്തിൽ നമ്മൾ അത് പ്രതീക്ഷ അർപ്പിക്കുമ്പോൾ എൻ്റെ ശരീരം എന്നുള്ളതുപോലെ തന്നെയുള്ളൂ അത്. അതും സൃഷ്ടിക്കപ്പെട്ടതാണ്. ഒരു നിശ്ചിത കാലഘട്ടം കഴിയുമ്പോൾ ഇത് ഇല്ലാതാവും. മനസ്സിലാക്കണം നമ്മൾ, അല്ലേ? അപ്പൊ അങ്ങനെ ഇരിക്കുന്ന അവസരത്തിൽ എന്തേ പറ്റുള്ളൂ? തനിയെ ഇരുപ്പതിനെ തരമായി വരൂ. തനിയെ ഇരുപ്പതിനെ തരമായി വരൂ എന്ന് പറഞ്ഞാൽ എന്താ? ഒരു വ്യക്തിക്ക് നമ്മൾ മാത്രമേ കൂട്ടായിട്ടുള്ളൂ. അതെപ്പോഴാ നമുക്കത് മനസ്സിലാകുന്നതെന്നറിയാവോ? എപ്പോഴെങ്കിലും നമ്മൾ ഒരു കെണിയിൽ പെട്ടുപോവോ, എന്തെങ്കിലും ഒരു ദുഃഖം നമുക്കുള്ളിൽ വരുമ്പോൾ മാത്രമേ നമുക്ക് ആ ഒരു സത്യം മനസ്സിലാക്കാൻ കഴിയുള്ളൂ. നമുക്ക് നമ്മളെ കൂട്ടായി ഉള്ളൂ എന്നത്. കാരണം അപ്പോൾ സഹായം ചെയ്യാനായിട്ട് ആരും കൂടെ ഉണ്ടാവില്ല. ആ പ്രശ്നങ്ങളെ തരണം ചെയ്യാനായിട്ട് ആരേ ഉണ്ടാവുള്ളൂ? എനിക്ക് ഞാനേ ഉണ്ടാവുകയുള്ളൂ. മനയേവ മനുഷ്യാണാം. അല്ല, മനസ്സ് തന്നെയാണ് ഒരാളുടെ ശത്രുവും മിത്രവും എന്ന് പറയുന്നത് പോലെ നമ്മൾ മാത്രമേ ഉള്ളൂ. ഇത് നമ്മൾ മനസ്സിലാക്കണം. ഒന്നിലേക്ക് നമ്മുടെ ആശ്രയത്വം അർപ്പിക്കുവാൻ ഒരു വസ്തുവിലോ വ്യക്തിയിലോ അർപ്പിക്കരുത് എന്നാണ്. കാരണം ഏറ്റവും ആത്മബന്ധം നമ്മൾ പുലർത്തുന്നത് നമ്മുടെ പാർട്ട്നേഴ്സിനോട്. കാരണം അവര് നമ്മുടെ ജീവിതത്തിന്റെ പാതി എന്ന് കരുതുന്നവരാണ്, അല്ലേ? പക്ഷെ ആ ഒരാള് നമ്മളിൽ മരിച്ചു പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ എന്ത് പറ്റും? അത് പിന്നെ നമുക്ക് പ്രേതമാണ്. പേടിയാണ് അതിനെ നോക്കിയിട്ട്. ഭാര്യാം ബിഭ്യതി തസ്മിൻ കായ.
ഉള്ളിലേക്ക് പോകുന്ന ഈ ശ്വാസം ഉള്ളിൽ കയറിയിട്ട് പുറത്തേക്ക് വന്നില്ലെങ്കിൽ, പുറത്തു പോയത് വീണ്ടും ഉള്ളിലേക്ക് പോകാനുള്ള കപ്പാസിറ്റി ഇല്ലെങ്കിൽ എന്ത് പറ്റുന്നതെന്ന് അറിയാവോ? ആ പാർട്ട്ണർ നമ്മളെ നോക്കി പേടിക്കുകയുള്ളൂ. അല്ലെങ്കിൽ ഇത്രയും കാലം ഞാൻ സ്നേഹിച്ചിരുന്ന ഒരു വ്യക്തിയാണ് ഇത് എന്നൊരു ബോധത്തിലായിരിക്കില്ല ആ ശരീരത്തിലേക്ക് നോക്കുന്നത്. അപ്പോ എന്താ ചെയ്യേണ്ടത്? ആശ്രയത്വം എവിടെയാണ് എന്ന അവലോകനം നാം കൊണ്ടുവരണം. മക്കളിലാണോ, കൊച്ചുമക്കളിലാണോ, ബന്ധുക്കാരിലാണോ, ഏതെങ്കിലും വസ്തുവിലാണോ? ഇതൊക്കെ നമ്മൾ മനനം ചെയ്ത് ചിന്തിച്ചെടുക്കേണ്ട ഒരു വിഷയമാണ്. തനിയെ ഇരിക്കാൻ തനിക്ക് കഴിയുന്നുണ്ടോ? ശിവശതകത്തിന്റെ ശ്ലോകങ്ങൾ മനനം ചെയ്യാൻ കഴിയുന്നുണ്ടോ? അതിലെ അർത്ഥവത്തായ കാര്യങ്ങൾ എനിക്ക് ചിന്തിക്കാൻ കഴിയുന്നുണ്ടോ? അതോ ഞാൻ വേറെ എന്ത് കാര്യങ്ങളാണ് ചിന്തിച്ചു കൂട്ടുന്നത് എന്ന് മനനം ചെയ്യാനായി നാം ഓരോരുത്തരും ശ്രമിക്കണം. കാരണം ഇവ ഒന്നും നമ്മൾ പറയുന്ന ബന്ധങ്ങളിലോ അല്ലെങ്കിൽ പ്രീതികളിലോ ഒന്നും നമുക്ക് നിലനിൽക്കാൻ നിരന്തരമായ ഒരു നിലനിൽപ്പ് ഇല്ല. അപ്പോ തനിയെ ഇരിപ്പതിനെ തരമായി വരൂ. തനിയെ ഇരിക്കുവാനായിട്ട് നാം ഓരോരുത്തരും ശ്രമിക്കണം. ബന്ധുത്വവും മറ്റും കേവലം നൈമിഷികമായിട്ടുള്ള കാര്യങ്ങളാണ് എന്ന് വളരെ കൃത്യമായിട്ട് നാം മനസ്സിലാക്കേണ്ടതായിട്ട് ഉണ്ട്. ശരി, 95-ാമത്തെ ശ്ലോകം. അണയലിരുന്നരുളിടും അനുഗ്രഹം ദിനമണി ചൂടിയ തമ്പുരാനിതൊന്നു അണുവളവും പിരിയാതെ ഇരിക്കുമെൻ മണികൾ നമുക്ക് വരും പണി തീർത്തിടും. അണയിലിരുന്നരുളിടുമനുഗ്രഹം ദിനമണി ചൂടിയ തമ്പുരാനിരുന്നു അണുവളവും പിരിയാതെ ഇരിക്കുവാൻ മണികൾ നമുക്ക് വരും പിണി തീർത്തിടും. അണയലിൽ ഇരുന്ന് അരുളിയിടും അനുഗ്രഹം. അണയൽ എന്താണ്? അണയൽ എന്ന് പറഞ്ഞാൽ അരികത്തിരുന്ന്. എനിക്ക് തേടിപ്പോകേണ്ടതായിട്ടുള്ള അവസരം വേണ്ട. ഓക്കെ, എപ്പോഴും സദായിപ്പോഴും എൻ്റെ അടുത്തിരിക്കുന്ന, എന്നെ ഞാനാക്കുന്ന ആരാണ്? തമ്പുരാൻ. എന്ത് ചെയ്യണം? അരുളിയിടണം അനുഗ്രഹം. എന്നെ എന്ത് ചെയ്യണം? അനുഗ്രഹിക്കണം. ഭഗവാനെ എന്നെ അനുഗ്രഹിക്കണം. എങ്ങനെയാ ഭഗവാൻ ഇരിക്കുന്നത്? ദിനമണി ചൂടിയ തമ്പുരാനിത്. ദിനമണി എന്ന് പറഞ്ഞാൽ എന്താ? ശരിക്കും ദിനമണി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് സൂര്യൻ എന്നാണ്. ദിനത്തെ നമുക്ക് പ്രത്യക്ഷമാക്കി തരുന്നതിനെയാണ് ദിനമണി, അല്ലെ? പക്ഷെ സൂര്യൻ എന്ന് മനസ്സിലാക്കുന്നതിലൂടെ അതിലും ഇതായിട്ടുള്ളത് ഒരു പുഷ്പം ഉണ്ടല്ലോ, എരിക്കിൻ പൂവ്. ആ എരിക്കിൻ പൂവ് ഭഗവാൻ ഏറ്റവും പ്രീതിയുള്ള ഒന്നാണ് എന്നാണ് പറയുന്നത്. അർക്ക വൃക്ഷത്തിന്റെ പൂവായിരിക്കുന്നത് ഭഗവാൻ ശിവന് ഏറ്റവും പ്രിയമായിരിക്കുന്ന ഒന്നാണ്, എരിക്കിന്റെ പൂവ്. അപ്പൊ ആ പൂവ് ചൂടിയ തമ്പുരാനെ എന്നും അണുവളവും പിരിയാതെ. അണു എന്ന് പറഞ്ഞാൽ ഈ ലോകത്തിൽ കാണാവുന്നതിൽ ഏറ്റവും ചെറിയ സ്മോളസ്റ്റ് ആയിട്ടുള്ള ഒരു ഇതാണ്, അല്ലെ? ഒന്നിനെ മുറിച്ച് അതിനെ മുറിച്ച് അവസാനം ശാസ്ത്രജ്ഞന്മാർ പറയുന്നത് എന്താണ്? ഏറ്റവും മൈന്യൂട്ട് ആയിട്ടുള്ള പാർട്ടിക്കിൾ എന്ന് പറയുന്നത് അണുവാണ്. ആ അളവ് പോലും എന്നെ എന്ത് ചെയ്യരുത്? പിരിയരുത്. എന്നാ ഇപ്പൊ പ്രാർത്ഥിച്ചോ, ഞാൻ 5 മിനിറ്റ് കഴിഞ്ഞ് വന്നിട്ട് നിന്നെ അനുഗ്രഹിക്കാന്ന് വിചാരിക്കണ്ട. എപ്പോഴും എൻ്റെ കൂടെ ഇരുന്ന് എന്നെ അനുഗ്രഹിച്ചോണം. പിരിയാതെ ഇരിക്കുമെൻ മണികൾ, എൻ മണികൾക്ക്. ഇവിടെ എൻ മണികൾ എന്ന് പറയുന്നത് ജപമഹിമയാണ് എടുത്ത് കാണിക്കുന്നത്. എന്താ ജപമഹിമ? ജപമഹിമ കാണിക്കുന്നത് വെച്ചാൽ ഭഗവാൻ ശിവനെ നമ്മൾ മനസ്സിൽ ആരാധിക്കുമ്പോൾ അതോടൊപ്പം കൂടെ വരുന്ന ഒരു കാര്യമുണ്ട്, രുദ്രാക്ഷം. ശരിയല്ലേ? അപ്പൊ രുദ്രാക്ഷം എന്തിന്റെ സൂചനയാണ്? രുദ്രാക്ഷം ജപം, തപസ് എന്നിവയുടെ സൂചനയാണ്. അപ്പൊ എൻ മണികൾക്ക് പിരിയാതെ ഇരിക്കും. എൻ മണികൾക്ക് എന്ന് പറഞ്ഞാൽ ജപം സാധനയാക്കി വെച്ചിരിക്കുന്ന എനിക്ക് എന്ത് ചെയ്യണം? നീ അനുഗ്രഹം നൽകണം. കാരണം എന്താ?
എനിക്ക് നീ പിണി തീർത്തിടും. പിണി എന്ന് പറഞ്ഞാൽ എന്താ? ക്ലേശം തീർക്കുക. എന്റെ ക്ലേശങ്ങൾ തീർക്കാനുള്ള ഏക മാർഗം ആരാണ്? നീയാണ്. നീ എങ്ങനെയാ എന്റെ അടുത്തിരിക്കുന്നത്? അണു അളവ് പോലും ദൂരമില്ലാത്ത ആ ഒരു ഇതില് നിലനിന്നുകൊണ്ട് അല്ലയോ ഭഗവാനെ നീ എന്നെ അനുഗ്രഹിക്കണം. കാരണം ഈ ലോകത്തുള്ളതെല്ലാം നശ്വരം. ഞാനൊരു കാര്യം പറയാം. നമുക്കൊരു കാര്യം മനസ്സിലാക്കി കഴിഞ്ഞിട്ട് ഇത് നമുക്ക് ഒരു പ്രയോജനവും നൽകുന്നില്ല എന്ന് പറയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? പ്രയോജനമുള്ള ഒന്നിലേക്ക് തിരിയും. ശരിയല്ലേ? അപ്പൊ ഈ ലോകത്തിലുള്ള ബന്ധങ്ങളും കാര്യങ്ങളും പ്രവർത്തനങ്ങളും ഒന്നും എന്നെ നല്ല രീതിയിലേക്ക് നയിക്കുന്നില്ല എന്ന് മനസ്സിലാക്കി കഴിയുമ്പോൾ ആരിലേക്ക് നാം തിരിയും? ഈശ്വരനിലേക്ക് തിരിയും. അങ്ങനെ ഈശ്വരനിലേക്ക് തിരിയാനുള്ള ഒരു മാർഗമാണ് ജപസാധന. ജപസാധനയിലൂടെ സാത്വികമായിട്ടുള്ള ചിന്തകൾ ഉണർത്തി ഈശ്വരനിലേക്ക് നടക്കുവാൻ നമുക്ക് സാധിക്കും എന്നതാണ് ഇതിലൂടെ നമുക്ക് മനസ്സിലാകും. അപ്പൊ അങ്ങനെ സദാ ആ ഈശ്വര സ്മരണയോടെ നിലനിന്ന് മുന്നോട്ട് പോകുവാൻ എനിക്ക് കഴിയണം. അതുകൊണ്ട് ഭഗവാനെ ഞാൻ നിന്നെ പൂർണ്ണമായിട്ടും എന്ത് ചെയ്യുന്നു? ശരണം പ്രാപിക്കുന്നു. ശരണാഗതി പ്രാപിച്ചിരിക്കുകയാണ്. എന്താ ശരണാഗതിയുടെ പ്രത്യേകത? രാമായണത്തിൽ വിഭീഷണൻ വന്ന് ശ്രീരാമനോട് ശരണാഗതി പ്രാപിക്കുന്നുണ്ട്. എന്താ ശരണാഗതി? ശരണാഗതി എന്ന് പറഞ്ഞാൽ തൻ്റെ മനസ്സും ബുദ്ധിയും എല്ലാം പൂർണ്ണമായിട്ട് ഈശ്വരന്റെ ആ ഒരു സാന്നിധ്യത്തിൽ, സാമീപ്യത്തിൽ, സന്നിധാനത്തിൽ എന്ത് ചെയ്യുന്നു? സമർപ്പിക്കുന്നു. അതാണ് ശരണാഗതിയുടെ പ്രത്യേകത. നമ്മളൊക്കെ ശരണാഗതി പ്രാപിച്ചിട്ടുണ്ടോ? അതാണ് ചിന്തിക്കേണ്ടത്. നമ്മൾ ചെല്ലുന്ന ആവശ്യങ്ങൾ നിറവേറ്റാനാണ്. ശരിയല്ലേ? ജോലി വേണം. എൻ്റെ മക്കള് പഠിച്ചിട്ട് ഒത്തിരി എടുത്ത് ഇന്റർവ്യൂ കൊടുത്തിട്ടുണ്ട്. പക്ഷെ ഒന്നും ശരിയാവുന്നില്ല. അപ്പൊ എന്റെ ആവശ്യം, അതിന്റെ അർത്ഥം എന്താ? പറഞ്ഞു വരുമ്പോഴേ തമ്പുരാൻ ഇങ്ങനെ വിചാരിക്കും, നീ പറയുന്ന കാര്യം എനിക്ക് മനസ്സിലാവുന്നുണ്ട്. എന്തുവാ? ഞാനിവിടെ വന്ന് ഇത്ര അർച്ചന നടത്തിയിട്ടുണ്ട്. അപ്പൊ എന്റെ ആവശ്യം നീ നടത്തിത്തരണം. നമ്മളെ ആവശ്യങ്ങൾ നിറവേറ്റാനാണ് ഈശ്വരന്റെ അടുത്ത് പോകുന്നത്. ശരിക്കും എന്ത് ചെയ്യണം? നമ്മുടെ മനസ്സും ബുദ്ധിയും ചിന്താഗതികളും ഒക്കെ ഈശ്വരനിലേക്ക് സമർപ്പിക്കുന്നതാവണം ഭക്തി എന്ന് പറയുന്നത്. അതാണ് യഥാർത്ഥ ഭക്തിയും. അല്ലാത്തതെല്ലാം കാപഠ്യ ഭക്തിയാണ്. അപ്പൊ ഈശ്വരൻ എന്ത് ചെയ്യും? ശരി, നിനക്ക് ഇതല്ലേ വേണ്ടത്, എടുത്തോ. എനിക്ക് നല്ല ജോലി വേണം. ശരി, നല്ല ജോലി വേണം. പക്ഷെ ജോലിയോടൊപ്പം വരുന്ന സങ്കടങ്ങളും കാര്യങ്ങളും എന്ത് ചെയ്യണം? വർക്ക് പ്രഷർ, അതെന്ത് ചെയ്യണം? ഡെയിലി ചെയ്യാൻ നീ തന്നെ പഠിച്ചോണം. അല്ലേ? അപ്പൊ അങ്ങനെ ആവശ്യങ്ങളെ കരുതാതെ എനിക്ക് നിത്യമായിട്ടുള്ള ഒരു കൂട്ട് ആരാവണം? ഈശ്വരനാവണം. അതുകൊണ്ട് ഭഗവാനെ ഒരു അണു അളവ് പോലും, അത് നീ വിചാരിക്കേണ്ട, ഒരു അണു അളവ് ദൂരത്തിൽ ഞാൻ നിന്നോണ്ട് നിന്റെ അടുത്ത് നിന്നോളാം എന്ന് വിചാരിക്കണ്ട. ഒട്ടും ഒരു ദൂരം ഇല്ലാതെ എന്ത് ചെയ്യണം? എന്നിലേക്ക് സദാ അണയൽ എന്ന് പറഞ്ഞാൽ അടുത്തിരുന്ന് എന്നെ അനുഗ്രഹിക്കണം ഭഗവാനെ. കാരണം എന്താ? ഈ ഒരു സാധകന് മനസ്സിലായി, ഈ ഈശ്വരനല്ലാതെ എനിക്ക് വേറെ ആരും ഒന്നും ഒരു സഹായവും ഒരനുഗ്രഹവും നൽകുവാൻ പ്രാപ്തമായിട്ടുള്ളത് ഇല്ല എന്ന് മനസ്സിലാക്കി കഴിഞ്ഞിരിക്കുന്നു. അതാണ് ഇപ്പം ഞാൻ പറഞ്ഞ ശരണാഗതി. വിഭീഷണന് അതല്ലേ പറ്റിയത്? രാവണന്റെ കാര്യങ്ങളെ കണ്ട്, രാവണന്റെ പ്രവർത്തികളിൽ ആ ദുഷിത്വം കണ്ട് ഉപദേശിച്ചു നോക്കി, നടന്നില്ല. അവസാനം എന്തു പറ്റി? തന്റെ രാജ്യവും ബന്ധുക്കളെയും മറ്റുള്ള സർവരെയും ഉപേക്ഷിച്ച് ആരിലേക്ക് എത്തി? ഈശ്വരനിലേക്ക് എത്തി. അപ്പൊ ഇതൊക്കെ നമ്മൾ കഥകൾ പഠിക്കുന്ന, അല്ലെങ്കിൽ ഇത് നടന്നതാണെങ്കിൽ തന്നെ ഇതിലൂടെയൊക്കെ എന്ത് ചെയ്യണം? ഇങ്ങനെയുള്ള നല്ല നല്ല കാര്യങ്ങൾ മനസ്സിലാക്കുവാനായിട്ട് നമ്മൾ ശ്രമിക്കണം. ശരി, 96-ാമത്തെ ശ്ലോകം. പിണയാതെ ഇനിത്തിരു പണി ഇവിടേക്കൊരു ഭക്തി ഉറയ്ക്കണം. ഉറയ്ക്കണം തണലിരുന്നരും.
ഓക്കെ. പിണി ഇനി അണയാതെ ഇനി തിരുപ്പണി വിടയ്ക്ക് ഒരു ഭക്തി ഉറയ്ക്കണം. എനിക്കൊരു ഭക്തി ഉറയ്ക്കണം അല്ലെ? എന്നിലെ ഭക്തി ദൃഢമാവണം. എങ്ങനെ ആകാൻ പറ്റുള്ളൂ? പിണി എന്ന് പറഞ്ഞാൽ എന്താ? ക്ലേശം. ഇനി എന്ന് പറയുന്നത് എനിക്ക് എന്നാണ്. എനിക്ക് പിണി എനിക്ക്, ക്ലേശം എനിക്ക് അണയാതിരി. ഇനി എന്ന് പറയുന്ന വാക്ക് എനിക്കെന്നാണ് സൂചിപ്പിക്കുന്നത് കേട്ടോ. അതായത് എനക്ക് എന്നൊക്കെ കണ്ണൂരുകാര് സൈഡിലോട്ട് പറയുന്ന പോലെ അതിന്റെ ഒരു വകഭേദമായിട്ട് കൂട്ടിയാൽ മതി. എനിക്ക് അണയാതെ തിരുപ്പണി എന്ന് പറഞ്ഞാൽ എന്താ? ഏത് വാക്കിനും ഇപ്പൊ മലയാളത്തിന്റെ ഒരു പ്രത്യേകതയാണ്. തിരു എന്ന് ചേർത്ത് കഴിയുമ്പോ അത് എന്തായി? ശ്രേഷ്ഠമായി. തിരുമേനി അല്ലേ? തിരു. അപ്പോ തിരുപ്പണി എന്ന് പറയുമ്പോ ഈശ്വര സേവ. തിരുപ്പണി വിടയ്ക്ക് ഒരു ഭക്തി ഉറയ്ക്കണം. എനിക്ക് ഭഗവാന്റെ എനിക്ക് എന്റേതായ പണികളൊക്കെ ഉള്ളത് മാറ്റി വെച്ചിട്ട് ആരുടെ പണിയാ ഞാൻ ചെയ്യാൻ ഇനി തൊട്ട് ശ്രമിക്കുക? ഈശ്വരന്റെ പണി ചെയ്യാനാണ് ഞാൻ താല്പര്യപ്പെടുന്നത്. അതിന് ഭക്തി ഉറയ്ക്കണം. തണലിലിരുന്നരുളുന്നത് ചെഞ്ചിടെ കണിയും അമ്പരഗംഗയുടെ തിര. തണലിലിരുന്ന്, ഭഗവാന്റെ തലയിലിരുന്ന്, ഭഗവാന്റെ ശിരസില് ഒരു എന്താ പറയുന്നത്, ആരിയ്ക്കുന്നു? ചെഞ്ചിടയ്ക്കണിയും അമ്പരഗംഗയുടെ തിര. അമ്പരഗംഗ എന്ന് പറഞ്ഞാൽ ആകാശഗംഗ. ആ കഥ നമുക്കറിയാം. ഭഗീരഥൻ പ്രാർത്ഥിച്ച് ആകാശഗംഗയുടെ ശിവനെ പ്രാർത്ഥിച്ച് ശിവഭഗവാൻ എന്ത് ചെയ്തു? ആകാശത്തിലിരിക്കുന്ന ഗംഗയെ ഭൂമിയിലേക്ക് വിളിച്ച് തന്റെ ശിരസിലെ ജടയിൽ ഗംഗയെ സ്ഥാപിച്ചു എന്ന കഥ നമുക്കറിയാം. അപ്പൊ അങ്ങനെ ആയിരിക്കുന്ന ഗംഗയുടെ സാന്നിധ്യം എനിക്ക് ഉണ്ടാവണം എന്ന് പറയുമ്പോ അവിടെ എന്താ ഉദ്ദേശിക്കുന്നത്? എന്താ ഉദ്ദേശിക്കുന്നത്? ജ്ഞാനമാണ്. ഗംഗയുടെ പ്രതീകം, ഗംഗ പ്രതീകമായിട്ടിരിക്കുന്നത് ജ്ഞാനത്തെയാണ്. അപ്പൊ ജ്ഞാനം എന്നിൽ ഉദിക്കണം, എന്നാലേ ഭഗവാനിലുള്ള ഭക്തി എന്നിൽ ഉണരുള്ളൂ. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ ഈ സത്യമാർഗത്തിൽ ചരിക്കാനായിട്ട് എനിക്ക് ജ്ഞാനം ഉണ്ടാവണം. അതിനുള്ള കരുത്ത് ആര് നൽകണം? ഭഗവാൻ നൽകണം. കാരണം ഭഗവാന്റെ തന്നെ തടങ്കലിലാണ് ആരിയ്ക്കുന്നത്? ഗംഗാജി ഇരിക്കുന്നത്. അപ്പൊ ഗംഗാജിയോട് പറഞ്ഞ് ഗംഗാജി എന്നിലേക്ക് ഒഴുകി എത്തണമെങ്കിൽ ആരുടെ അനുവാദം വേണം? ശിവഭഗവാന്റെ. അല്ലെങ്കിൽ ഒന്ന് ഓർത്തു നോക്കിയേ, ഈശ്വരേച്ഛ ഇല്ലാതെ ഒരു ജ്ഞാനം നമുക്ക് സ്വായത്തമാക്കാൻ പറ്റുമോ? ഇല്ല. എന്താ പറയാ, നമുക്ക് പഠിക്കാനുള്ള യോഗ്യത ഇല്ലെങ്കിൽ അത് മറ്റൊരു തരത്തിൽ അത് ഇതായി പോവും, മുടങ്ങിപ്പോവും. ഇവിടെ പറയുന്നത് ആ ഗംഗ, അമ്പരഗംഗ, ആകാശഗംഗ എന്ത് ചെയ്യണം? എന്നിലേക്ക് ഒഴുകിയെത്തണം. എന്നാലേ പിണി തരുന്ന പണികളൊന്നും ചെയ്യാതിരിക്കണം. നമ്മൾ മലയാളത്തിൽ പറയാം, എനിക്ക് പണി കിട്ടി എന്ന് പറയുമ്പോൾ നമ്മള് ഒരുപക്ഷെ അതിന്റെ പൂർവ്വ അർത്ഥം ഇതായിരുന്നായിരിക്കാം. പണി കിട്ടി എന്ന് പറഞ്ഞാൽ ഇവള് പറയാറില്ലേ, എനിക്ക് ചെറുതായിട്ടൊരു പണി കിട്ടി കേട്ടോ എന്ന് പറഞ്ഞാൽ എന്താ? എനിക്ക് സുഖകരമല്ലാത്ത എന്തോ ഒന്ന് എന്നിലേക്ക് വന്നു ചേർന്നു, ക്ലേശം. അപ്പൊ ആ ക്ലേശം വരുത്താത്ത ഒന്നേ പറ്റുള്ളൂ ഭഗവത് സേവ. ഭഗവത് സേവ ചെയ്യുവാനുള്ള മനസ്സ്, ആ ഭക്തി എന്നിൽ ഉറയ്ക്കണം ഭഗവാനെ. അതിന് ഭഗവാനോടുള്ള അവബോധം എനിക്ക് ഉണ്ടാവണം എന്ന പ്രാർത്ഥനയാണ് 96-ാമത്തെ ശ്ലോകത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇനി 97-ാമത്തെ ശ്ലോകം നോക്കാം. അണിമുടിക്കണിയും തിരമാലകൾ കണിയുമെൻ വ്യസനങ്ങളതൊക്കെയും പണിയറുപ്പതിനെപ്പോഴും ഒത്തിരു കണികൾ കാട്ടുക കാമവിനാശന. അണിമുടിക്കണിയും തിരമാലയിൽ തണിയുമൻ വ്യസനങ്ങളതൊക്കെയും പണിയറുപ്പതിനെപ്പോഴും അതിരു കണികൾ കാട്ടുക കാമവിനാശന. ഇനി ഭഗവാൻ, അതായത് ഈ ഗംഗാജിയുടെ കാര്യം പറഞ്ഞപ്പോ ഇനി ഗംഗാജിയുടെ, അതായത് അമ്പര ഗംഗയുടെ ഇനിയിപ്പൊ എനിക്ക് മനസ്സിലായെങ്കിൽ, ആ ജ്ഞാനം മനസ്സിലായെങ്കിൽ
എന്താ അതിന്റെ ഫലം? അണിമുടി കണയും തിരമാലയിൽ തണിയുമെൻ വ്യസനങ്ങളെല്ലാം. ഗംഗാജിയുടെ ഇപ്പൊ നമുക്ക് ആദ്യം പ്രത്യക്ഷമായിട്ടുള്ള അർത്ഥം മനസ്സിലാക്കാം. എന്താ? നമ്മളെല്ലാം ജീവിതകാലം മുഴുവൻ ചെയ്യാൻ പറ്റുന്ന കർമ്മങ്ങൾ മൊത്തം ചെയ്ത്, എന്നിട്ട് ജീവിതത്തിന്റെ അന്ത്യഘട്ടത്തിൽ എന്താ ചെയ്യുക? ഒരു 60, 50, 60 വയസ്സൊക്കെ താണ്ടി കഴിയുമ്പോൾ പയ്യെ നമ്മൾ പറയും, കാശിക്ക് ഞങ്ങളൊരു യാത്ര പോവാട്ടോ, അല്ല ഹരിദ്വാർ ഋഷികേശും ഒക്കെ ഒന്ന് കാണാൻ പോവാട്ടോ. എന്തിനാ ശരിക്കും പോകുന്നത്? കാരണം നമുക്കുള്ളിൽ ഒരു വിശ്വാസമുണ്ട്, നമ്മൾ ചെയ്ത കർമ്മബന്ധങ്ങളെല്ലാം അല്ലെങ്കിൽ കർമ്മങ്ങൾക്കെല്ലാം എവിടെ കഴുകിപ്പോവും? ഗംഗയിൽ മുങ്ങുന്നതിലൂടെ കഴുകിപ്പോവും എന്നൊരു വിശ്വാസമുണ്ട്. ശരിയല്ലേ ഞാൻ പറയുന്നത്? അപ്പൊ അങ്ങനെ ഒരു വിശ്വാസത്തിന്റെ പുറത്ത് നമ്മൾ എവിടെ പോവും? നോർത്ത് ഇന്ത്യക്ക് ഒരു ട്രിപ്പ്. കാരണം ഗംഗാജിയിൽ പോയി മുങ്ങി കുളിക്കണമെങ്കിൽ അങ്ങോട്ടേ പോകാൻ പറ്റുള്ളൂ എന്ന് പറയുന്നത് പോലെ ഗംഗാജിയുടെ അല്ലെങ്കിൽ ഈ ആകാശഗംഗയെ മനസ്സിലാക്കുമ്പോ എന്റെ വ്യസനങ്ങളെല്ലാം തണിയും എന്ന് പറഞ്ഞാൽ ഇല്ലാതാവും. ഇല്ലാതാവെന്ന് പറഞ്ഞാല് ഏതൊക്കെ അസത്യമായിരുന്നതോ അതൊക്കെ, ഏതൊക്കെ സത്യമെന്ന് ഞാൻ കരുതിയതൊക്കെ അസത്യമാണ് എന്ന തിരിച്ചറിവ് നമുക്കുണ്ടാവും. ഇതാണ് ഓരോ ഗുരുക്കന്മാരും നമുക്ക് ചെയ്തു തരുന്നത്, അല്ലേ? അജ്ഞാനതിമിരാന്തസ്യ ജ്ഞാനാഞ്ജനശലാകെ. അജ്ഞാനമായിരിക്കുന്ന തിമിരം എന്റെ കണ്ണുകളിൽ ബാധിച്ചപ്പോ ജ്ഞാനമാകുന്ന ശലാകയം കൊണ്ട് എന്റെ കണ്ണ് എഴുതി തന്ന ഗുരു, ആ ഗുരുവിനെയാണ് നമസ്കരിക്കുന്നത്. അപ്പൊ ആ ജ്ഞാനത്തെ പ്രദാനം ചെയ്ത് കഴിയുമ്പോൾ, ആ ജ്ഞാനം എന്നിലേക്ക് വന്നു കഴിയുമ്പോൾ എന്റെ വ്യസനങ്ങളെല്ലാം എന്ത് ചെയ്തു? ഇല്ലാതായി. പിന്നെയോ പണി അറുപ്പതിന്, ആ വാക്ക് കൊള്ളാം കേട്ടോ, പണി അറുപ്പത്. പണി കിട്ടുക, കർമ്മം കിട്ടുക, അറുക്കുക, കർമ്മബന്ധത്തെ അറക്കുന്നതിന്. കാരണം ഓരോ ശരീരവും സ്വീകരിക്കുന്നത് എന്തുകൊണ്ടാണ്? നമ്മളിൽ കർമ്മബന്ധങ്ങൾ ഉള്ളത് കൊണ്ടാണ്, അല്ലേ? അപ്പൊ ആ കർമ്മബന്ധങ്ങൾ ഇല്ലാതാവുമ്പോൾ മാത്രമേ നമുക്ക് മോക്ഷം ലഭിക്കുകയുള്ളൂ. ജീവിച്ചിരിക്കുമ്പോൾ തന്നെ നമ്മൾ അത് ശ്രമിക്കുന്നുണ്ട്. ഗംഗയിൽ പോയി മുങ്ങി കുളിച്ച് ഭഗവാനെ തൊഴുത് ഇല്ലാതാക്കുവാൻ നാം ശ്രമിക്കുന്നുണ്ട്. പക്ഷെ യഥാർത്ഥത്തിൽ കർമ്മബന്ധം അശേഷം എന്താ പറയുന്നത്, ഛേദിക്കപ്പെട്ട് കഴിഞ്ഞാൽ മാത്രമേ എന്ത് സംഭവിക്കുകയുള്ളൂ? നമുക്ക് ഭഗവാന്റെ ആ ഒരു സാമീപ്യത്തിലേക്ക് പോകാൻ കഴിയുള്ളൂ. അതായത് തിരുക്കണികൾ എന്നാണ്. ആ തിരുക്കണികൾ, കണി കാണുക എന്നുള്ളത് അറിയാമല്ലോ വാക്ക്. കണി കാണുക എന്ന് പറഞ്ഞാൽ എന്താ? ദർശിക്കുക. തിരുക്കണികൾ എന്നാവുമ്പോ എന്തായി? ഭഗവാനെ ദർശിക്കുക, ദിവ്യ ദർശനം ലഭിക്കുക. അങ്ങനെ ആ ദിവ്യ ദർശനം ലഭിച്ച് എന്ത് ചെയ്യുന്നു? എപ്പോഴും എന്നെ കാണിച്ച് അനുഗ്രഹിക്കുക. എന്താ ഇതിന്റെ അർത്ഥം? എനിക്ക് ഈശ്വരനോട് അടുക്കണമെങ്കിൽ ആദ്യം ജ്ഞാനമുണ്ടാകണം. ആ ജ്ഞാനം എന്നിൽ ഉദിക്കണം. അതിലൂടെ എൻ്റെ കർമ്മവാസനകൾ ഇല്ലാതാകണം, കർമ്മബന്ധങ്ങൾ വിച്ഛേദിക്കപ്പെടണം. എന്നിട്ടോ ഈശ്വരന്റെ ദിവ്യ ദൃഷ്ടി എന്നിൽ ഉണ്ടാകണം. എന്ന് പറഞ്ഞാൽ സർവ്വതും ഈശ്വരമയമാണ് എന്ന ചിന്താഗതി, അവബോധം നമ്മൾ ഓരോരുത്തർക്കും ഉണ്ടാകുമ്പോൾ മാത്രമേ അതിനെ മോക്ഷം എന്ന പേരിൽ നമുക്ക് പറ്റുള്ളൂ. ഭജഗോവിന്ദത്തിൽ തന്നെ പറയുന്നുണ്ട്, കുറച്ച് രാമായണം വായിച്ചുകൊണ്ടോ ഭാഗവതം വായിച്ചത് കൊണ്ടോ അല്ലെങ്കിൽ പോയി അമ്പലങ്ങളിൽ പോയി മുങ്ങി കുളിച്ചത് കൊണ്ടോ ഗംഗയിൽ കൊണ്ടുപോയി കുളിച്ചിട്ടോ ഒന്നും കാര്യമില്ല. അതൊക്കെ നമുക്ക് ചെയ്യണം, ചെയ്യരുതെന്ന് ഞാൻ പറയുന്നില്ല, ചെയ്യണം, നമ്മൾ ചെയ്യേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ. പക്ഷെ മനസ്സ് ശുദ്ധമായില്ലെങ്കിൽ എന്ത് സംഭവിക്കും? വീണ്ടും വീണ്ടും ഇതിലേക്ക് തന്നെ നമ്മൾ വഴുതി വീഴും. അവിടെ നമ്മുടെ മനസ്സിനെയാണ് നമ്മൾ ഈ കാര്യങ്ങൾ, ഇപ്പം രാമായണം വായിക്കുന്നത് കൊണ്ടോ ശിവശതകം പഠിക്കുന്നത് കൊണ്ടോ ഭാഗവതം പോയി കേൾക്കുന്നത് കൊണ്ടോ ഗംഗാജിയിൽ പോയി മുങ്ങുന്നത് കൊണ്ടോ ഒക്കെ എന്താണ് നമ്മൾ ശുദ്ധീകരിക്കാൻ ശ്രമിക്കേണ്ടത്? നമ്മുടെ മനസ്സ്, നമ്മുടെ ചിന്താഗതികൾ. ഓക്കെ, ശരി. ഇനി 90 സമയമുണ്ട്. 98, 99 കൂടെ ഒന്നിച്ച് നമുക്ക് ചൊല്ലാം. പണിയുമപ്പണിമാല പിരിച്ചു ചേർത്തണിയുമച്ചിലയാടി വരുന്ന നണിമുഖാംബുജമക്ഷികൾ കൊണ്ടിനി
കലിയണം കരുണാകലശാംബുദേ അമരവാഹിനി പൊങ്ങി വരും തിരൈ കമലമെന്ന കണക്കു പടങ്ങളും സമരസത്തിൽ ഇരിച്ചരവങ്ങളോടമരുമച്ചിടയാടിയടുക്കണം. ആ പണിയുമപ്പണിമാല വിരിച്ചു ചേർത്തണിയുമച്ചിടയാടി വരുന്ന നിന്നണി മുഖാംബുജമക്ഷികൾ കൊണ്ടിനിക്കണിയണം കരുണാകലശാംബുദേ അമരവാഹിനി പൊങ്ങി വരും തിരയ്ക്കമരമെന്ന കണക്കു പടങ്ങളും സമരസത്തിൽ വിരിച്ചരവങ്ങളോടമരുമച്ചിടയാടിയടുക്കണം. ശിവശതകത്തിലുടനീളം നമ്മൾ കണ്ടൊരു വാക്ക് എന്താണ്? കരുണ. അല്ലെ? കരുണ കലശാംബുധി. കരുണയുടെ കരുണയുടെ പാൽക്കടലായി വിളങ്ങുന്ന ഭഗവാന്. ഓക്കെ. അപ്പൊ പണിമാല പിരിച്ച്, അതായത് ഫണി എന്ന് പറഞ്ഞാൽ എന്താ? സർപ്പം. ഇപ്പൊ പത്തി താഴ്ത്തിയ ഫണി എന്ന് പറഞ്ഞാൽ എന്താ? പത്തി താഴ്ത്തിയ, അഹം എന്ന ബോധമില്ലാതായ ആ ഒരു, എപ്പോഴാ പാമ്പ് ഇങ്ങനെ നിൽക്കുന്നത്? ഞാൻ ശക്തനാണ് എന്നൊരു, അല്ലെങ്കിൽ ഞാൻ ഇന്നതാണ് എന്നൊരു തോന്നൽ വരുമ്പോഴല്ലേ പത്തി ഉയർത്തുന്നത്. പത്തി താഴ്ത്തുക എന്ന് പറഞ്ഞാൽ എന്താ അതിന്റെ അർത്ഥം? കംപ്ലീറ്റ് ആയിട്ട് ഇത് ആ ഒരു ശരണാഗതി വന്നുകൊണ്ട് ആ സർപ്പത്തെ പിരിച്ച് ചേർത്ത് ആടയായിട്ട് ഉപയോഗിച്ചിരിക്കുകയാണ് ഭഗവാൻ. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ ആ ഭഗവാന്റെ പടം കാണുമ്പോൾ നമുക്ക് ഓർക്കുക, നമ്മളെല്ലാം അങ്ങനെ പത്തി താഴ്ത്തിയ സർപ്പങ്ങളായിട്ട് മാറണം. ഇപ്പോഴും നമ്മുടെ അവസ്ഥ എന്താണ്? നമ്മളിങ്ങനൊക്കെ നിൽക്കുകയാണ് അല്ലേ? ഞാൻ എന്റേത്, എന്റെ ആൾക്കാര്, അങ്ങനെ ഇതിൽ നിൽക്കുകയാണ്. ഈശ്വരന്റെ അടുത്ത് ചെല്ലുമ്പോ ഇത് പതുക്കെ താഴണം. അപ്പോ വിരിച്ചു ചേർത്ത് ഉടയ നിൻ അണിമുഖാംബുജമക്ഷികൾ കൊണ്ടിനി അണിയണം എന്ന് പറഞ്ഞാൽ എന്താ? അക്ഷികൾ കൊണ്ട് എന്ത് ചെയ്യണം? എന്റെ ഹൃദയത്തിൽ നീ പ്രതിഷ്ഠിക്കണം. അതായത് നിന്റെ ആ തിരുമുഖം, അതായത് ഈ ഭക്തന്റെ ആഗ്രഹമാണ്. അപ്പൊ ഇത് അതെന്താ, ഈ ശിവശതകത്തിനൊരു വിരാമം കൊടുക്കാനായിട്ട് പതുക്കെ എന്ത് ചെയ്യുന്നു? ഭഗവാനെ, നിന്റെ ആ തിരുമുഖം നോക്കിയേ. അംബുജമക്ഷികൾ കൊണ്ട്, അംബുജമക്ഷികൾ എന്ന് പറഞ്ഞാൽ എന്താ? അംബുജം എന്ന് പറഞ്ഞാൽ എന്താ? ജലം, ജലത്തിലുണ്ടായവൾ. അംബുജ, ജലത്തിലുണ്ടായവരാരാണ്? താമര കണ്ണുകളോട് കൂടിയ ഭഗവാനെ അങ്ങ് എന്ത് ചെയ്യണം? എന്റെ ഉള്ളിൽ വന്ന് പ്രതിഷ്ഠിക്കണം. കൊണ്ടിനി കണിയണം കരുണ കലാശംബുധി. എന്റെ ഉള്ളിൽ വന്ന് വിളയാടി പ്രതിഷ്ഠിച്ച് നിൽക്കണം. അമരവാഹിനി എന്ന് പറഞ്ഞാൽ എന്താ? അമരവാഹിനി എന്ന് പറഞ്ഞാൽ ദേവഗംഗ അല്ലെങ്കിൽ ഗംഗാജി. അമരം നൽകുന്ന, അമരം എന്ന് പറഞ്ഞാൽ മരണമില്ലാത്ത അവസ്ഥ കൊണ്ടെത്തിക്കുന്നത് ആരാണ്? നമ്മളൊക്കെ മരിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിന്റെ പൊടി എവിടെ കൊണ്ടാ എഴുതുന്നത്? ഭസ്മം, ഗംഗാജി. കാരണം നമ്മൾ മരിക്കണില്ല. അപ്പൊ ആ അമരവാഹിനിയായിട്ട് വരുന്ന തിരക്ക് അമരം എന്ന കണക്ക്. അമരം എന്ന് പറഞ്ഞാൽ എന്താ? കപ്പലിന്റെ ആ ഒരു വശം ഉണ്ടല്ലോ ഇങ്ങനെ പൊങ്ങിയിരിക്കുന്ന, ആ നീണ്ടിരിക്കുന്ന. ഇനിയിപ്പോ അത് മനസ്സിലായില്ലെങ്കിൽ ഇപ്പൊ ഈ നമ്മുടെ ഓണം പ്രമാണിച്ച് വള്ളങ്ങളെല്ലാം പുറത്തോട്ട് ഇറക്കുന്നുണ്ട്. അപ്പൊ ശ്രദ്ധിക്കുക. ഇങ്ങനെ ഒരു വശം പൊങ്ങിയിരിക്കുന്നുണ്ടാവും വെള്ളത്തില്. അതിനെയാണ് ഈ അമരം എന്ന് പറയുന്നത്. അങ്ങനെ എന്റെ ശരീരത്തിൽ വരുമ്പോൾ, അതായത് ഈ തിര എന്ന് പറഞ്ഞാൽ വിഷമങ്ങൾ വരുമ്പോൾ, ഈ അമരം എങ്ങനെയാണോ വള്ളത്തെ പിടിച്ചു നിർത്തുന്നത്, കാറ്റും കോളുകളും വരുമ്പം പിടിച്ചു നിർത്തുന്നത്, അതുപോലെ നീ ആരെ പിടിച്ചു നിർത്തണം? എന്നെ പിടിച്ചു നിർത്തണം. ഒരേ രീതിയിൽ പടങ്ങളും സമരസത്തിൽ വിരിച്ച് അരവങ്ങളോട് ഒരുമിച്ച് ആടി അടുക്കണം എന്ന് വെച്ചാല്, ഇവിടെ ശരിക്കും പറഞ്ഞ യോഗ അവസ്ഥയുടെ സാക്ഷാത്കാര തലത്തിലേക്ക് ഉയർന്ന ഒരാളുടെ അനുഭൂതിയാണ് പറയുന്നത്. എന്താ അനുഭൂതി? നിങ്ങൾ കേട്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ഇടാ പിങ്കള എന്ന് പറയുന്ന
2 സർപ്പങ്ങൾ നമ്മുടെ കുണ്ടലിനി നാഡിയിൽ സ്ഥിതി ചെയ്യുന്നുണ്ട്. ഈ ഇടാപിംഗളയുടെ നടുവിൽ ഒരു സുഷുമ്ന നാഡിയും നമ്മളിത് ചർച്ച ചെയ്തിട്ടുണ്ട്. ഈ ശിവശതകത്തിൽ തന്നെ ചർച്ച ചെയ്തിട്ടുള്ള വിഷയമാണ്. അപ്പൊ ഇതിനിടയ്ക്ക് നിൽക്കുന്ന ഈ സുഷുമ്ന നാഡി ഉണരണം. യോഗ സാധനയിലൂടെ ഇത് ഉണർന്ന് എവിടെ എത്തണം? സഹസ്രാര പത്മതലത്തിൽ എത്തണം. സഹസ്രാരം എന്ന് പറയുന്നത് ചക്രമാണ്. ഈ ചക്രത്തിലേക്ക് ഈ സുഷുമ്ന നാഡിയിലുള്ള ഊർജം ചെന്നെത്തി സഹസ്രാര പത്മത്തിൽ ചെന്നെത്തുന്നതാണ് യോഗാവസ്ഥയായി യോഗ സിദ്ധാന്തം നമുക്ക് പറഞ്ഞു തരുന്നത്. അപ്പൊ ആ ഒരു സിദ്ധാന്തത്തെയാണ് ഈ പറഞ്ഞിരിക്കുന്നത്. എന്റെ എന്ത് ദോഷങ്ങളും എന്റെ കയ്യിൽ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യണം? ഈ സർപ്പങ്ങൾക്കിടയിലുള്ള ഈ കുണ്ടലിനി, ഈ ശക്തി സ്വരൂപത്തെ എവിടെ എത്തിക്കാൻ എനിക്ക് സാധിക്കണം? എന്റെ സഹസ്രാര പത്മതലത്തിൽ എത്തിക്കുക. ആ ഒരു സുഖം എന്ന് പറയുന്നത് യഥാർത്ഥ ബോധസ്വരൂപ അനുഭൂതിയുടെ 10% മാത്രമേ ഉള്ളൂ. എന്നിരുന്നാലും ആ ഒരു തലത്തിലേക്ക് അമരത്വം എന്നിൽ വന്നെത്തുവാനുള്ള അനുഗ്രഹം ആര് നൽകണം? ഭഗവാൻ നൽകണം. അമരവാഹിനി പൊങ്ങി വരും തിരക്കമരമെന്ന കണക്ക്. ഇതൊരു കവി ഉപമയാണ് കേട്ടോ. അമരവാഹിനി എന്ന് വെച്ചാൽ ഗംഗാജലത്തിൽ ഒഴുകി വരുന്ന തിരകൾക്ക് അമരമായിട്ട് നിൽക്കുന്ന പോലെ, യാതൊരു മാറ്റവും ഇല്ലാതെ കാറ്റും കോളിലും ഇതിൽ പെടാതെ നിലനിൽക്കുന്നത് പോലെ എന്നിൽ അതേപോലെ രൂപത്തിൽ പത്തി വിടർത്തി, അതായത് നിൽക്കുന്ന ആ ഇടാപിങ്കളകൾ അവ എന്ത് ചെയ്യണം? സമരസത്തിൽ വിരിച്ച് എവിടെ എത്തണം? സഹസ്രാര പത്മതലത്തിൽ എത്തണം. എന്ന് വെച്ചാൽ ഈശ്വര ദർശനം എനിക്ക് ഉണ്ടാകണം, ശിവശക്തി സംഗമം ഉണ്ടാവണം. ഇതാണ് ആത്മദർശനം. ഇതിനെയാണ് മോക്ഷം എന്ന്. ഇതൊക്കെ കംപ്ലീറ്റ് ആയിട്ട് പറയണമെങ്കിൽ ഗുരുദേവനെ പോലുള്ള എന്താ പറയുന്ന മഹാത്മാക്കൾക്ക് മാത്രമേ പറയാൻ കഴിയുള്ളൂ. ഇപ്പൊ എനിക്കെന്ന് പറഞ്ഞാൽ എനിക്ക് കിട്ടിയ ഒരു അതിന്റെ ഏറ്റവും ചെറിയ പാട്ടാണ് ഇപ്പൊ ഞാൻ പറയുന്നത്, അല്ലേ? ഗുരുദേവനൊക്കെ അനുഭവിച്ചതാണ് ആ ഒരു അവസ്ഥ. അപ്പൊ ആ അവസ്ഥയിലേക്ക് എത്തിക്കണേ എന്ന ഒരു പ്രാർത്ഥനയാണ് ഗുരുദേവൻ കവി രൂപത്തിൽ എഴുതി ചേർത്ത് വെച്ചിരിക്കുന്നത്. ഇനി ഇതിന്റെ ഫൈനൽ പാർട്ടാണ് നമ്മൾ കാണാൻ പോകുന്നത്. എങ്ങനെയായിരിക്കണം എന്റെ ഒരു അനുഭൂതി എന്നതാണ് ഇവിടെ നമുക്ക് നോക്കേണ്ടത്. അതുകൂടെ ഒന്ന് ചൊല്ലാം. കുളിർമതി കൊണ്ടു കുളിർത്തു ലോകമെല്ലാം ഒളിതിരുളുന്നൊരു വെണ്ണിലാവു പൊങ്ങി ൂതളെ വീശി വിളങ്ങി ദേവലോക കുളമതിലാമ്പൽ വിരിഞ്ഞു കാണമ്മേ. കുളിർമതി കൊണ്ട് കുളിർത്തു ലോകമെല്ലാം ഒളിതിരളും ഒരു വെണ്ണിലാവ് പൊങ്ങി തെളുതെളി വീശി വിളങ്ങി ദേവലോക കുളമതിൽ ആമ്പൽ വിരിഞ്ഞു കാണണം. കുളിർമതി. കുളിർമതി എന്ന് പറഞ്ഞാൽ എന്താ? തണുത്ത മതി. മതി എന്ന് പറഞ്ഞാൽ ബുദ്ധി. കുളിർമതി കൊണ്ട് കുളിർത്തു ലോകമെല്ലാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശാന്തമായ മനസ്സുകൊണ്ട് ഈ ലോകമെല്ലാം ഒളിതിരളുന്നു. ഒളിതിരളെന്ന് പറഞ്ഞാൽ പ്രകാശം പരത്തുന്നു. എങ്ങനെ? വെണ്ണിലാവ് പൊങ്ങുന്ന പോലെ. ഒരു പൗർണമിയിൽ എപ്രകാരമാണോ പ്രകാശമായിരിക്കുന്നത് അതുപോലെ ശാന്തമായിരിക്കുന്ന ഒരു മനസ്സ്. തെളുതെളെ വീശി വിളങ്ങി ദേവലോക കുളമതിലാമ്പൽ വിരിഞ്ഞു കാണണം തേ. അങ്ങനെ ദേവലോകം എന്ന് പറഞ്ഞാൽ എന്താ അതിന്റെ അർത്ഥം? ദേവലോകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈശ്വര സാന്നിധ്യം ഉണ്ടായിരിക്കുന്ന ആ ലോകത്തിൽ എന്റെ ആമ്പൽ എന്റെ ഹൃദയം എപ്രകാരമായിട്ട് മാറണം? ആമ്പൽ എപ്രകാരമാണോ പൂർണ്ണചന്ദ്രനെ കാണുമ്പോൾ വിടർന്നത്, അതുപോലെ ഈശ്വര സാമീപ്യം എന്റെ ഉള്ളിൽ വരുമ്പോൾ എന്റെ ശാന്തമായിരിക്കുന്ന മനസ്സിൽ ആ ഭക്തി പ്രവാഹം ഉണ്ടാകണേ ഭഗവാനെ എന്ന പ്രാർത്ഥനയിലൂടെ ഈ ശിവശതകത്തിന്റെ ഒരു വട്ടമുള്ള പഠിത്തം നമ്മൾ നടത്തി കഴിഞ്ഞു. അപ്പൊ നമ്മുടെ ഓരോരുത്തരുടെയും മനസ്സ് ശാന്തമായാൽ മാത്രമേ
ഈശ്വരന്റെ ആ ഒരു സാമീപ്യം, ഈശ്വരന്റെ ആ ദർശനം നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടാവുകയുള്ളൂ എന്ന് വളരെ കൃത്യമായിട്ട് ഈ ഒരു ശ്ലോകത്തിലൂടെ നമുക്ക് ഇപ്പൊ കുളിർമതി എന്ന് മനഃപൂർവ്വം എഴുതിയതാവാം. കുളിർമതി എന്ന് പറഞ്ഞാൽ എന്താ? ശാന്തമായിരിക്കുന്ന, കുളിരായ ആ തണുത്തിരിക്കുന്ന അവസ്ഥ. ആ അവസ്ഥയിൽ മാത്രമേ നമുക്ക് ആനന്ദത്തിലേക്ക്, ദിവ്യദർശനത്തിലേക്ക് കടക്കുവാനായിട്ട് സാധിക്കില്ല. വളരെയധികം അർത്ഥങ്ങളുണ്ട് അതിന്റെ പിന്നിൽ എഴുതിയിരിക്കുന്ന യോഗ ആസ്പദമായിട്ടുള്ള ആ എന്താ പറയുന്നത്, ആത്മസാക്ഷാത്കാരത്തെ കുറിച്ചുള്ള ഒരു വർണ്ണനയാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. ആമ്പൽ വിരിഞ്ഞു കാണണം എന്ന് പറഞ്ഞാൽ സഹസ്രാര പത്മതലത്തിലേക്ക് ആ ശക്തി വന്നെത്തുമ്പോൾ ഉള്ള അനുഭൂതിയെ കുറിച്ചാണ് പറയുന്നത്. അതിലേക്ക് നാം ഓരോരുത്തരും ഉണരണം എന്ന പ്രാർത്ഥന കൊണ്ട് ഈ ക്ലാസ്സില് ശിവശതകം എന്നാൽ കഴിയുന്ന രീതിയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അത് എത്രമാത്രം നിങ്ങളിലേക്ക് എത്തിക്കപ്പെട്ടു, അല്ലെങ്കിൽ ഇതുകൊണ്ട് ഒരു പ്രയോജനം ഞാൻ മനസ്സിലാക്കുന്നത് എനിക്ക് പഠിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് കുറച്ചൊക്കെ. അപ്പൊ അത് മാത്രമേ എനിക്ക് എന്താ പറയുന്നത് അതിൽ നിന്ന് പറയാൻ പറ്റുള്ളൂ. നിങ്ങളിലേക്ക് എത്ര മാത്രം എനിക്ക് പറഞ്ഞു തരാൻ കഴിഞ്ഞു, എത്രമാത്രം എൻ്റെ വാക്കുകൾ നിങ്ങൾക്ക് മനസ്സിലായി എന്നൊക്കെ ഒന്നും എനിക്കറിയില്ല. എങ്കിലും ഒരു പരിധി വരെ വിജയിച്ചു എന്ന വിശ്വാസത്തോടെ ശിവശതകത്തിന്റെ ഈ ക്ലാസ് ഇന്ന് ഇവിടെ പര്യവസാനിക്കുകയാണ്. താങ്ക് യു ടീച്ചറെ. നമസ്തേ ടീച്ചറെ. പിന്നെ ആ 98ഉം 99 ഒന്നും കൂടി വിശദീകരിക്കണേ. 98ഉം 99 അത് രണ്ടും യോഗ അനുഭൂതിയെ